നല്ല മനോഹരമായ സ്ഥലമല്ലേ? വയനാടല്ല, പാലക്കാടാണ്. അപ്പോൾ ഇതാണ് പുല്ലമ്പാടം. ഇവിടെ നിന്ന് ഏകദേശം 10-15 കിലോമീറ്ററോളം മംഗലം ഡാമിലേക്ക്. അപ്പോൾ ഹൈവേ കൂടി വന്നാൽ, അതായത് നെന്മാറ റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ കഴിഞ്ഞാൽ പുല്ലമ്പാടം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തെത്തും. അപ്പോൾ മിക്കവരും എന്നോട് ചോദിക്കാറുണ്ട്, എടാ നീ ഈ സ്ഥലമൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണത്? നമ്മൾ എന്താ പറയുക, എത്തേണ്ട സ്ഥലത്ത് എത്തും, യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് വരേണ്ട സ്ഥലമാണെങ്കിൽ അവിടെ വന്നിരിക്കും നമ്മൾ. ഇതിപ്പോൾ മാട്ടുമല എന്ന് പറഞ്ഞ മലയുടെ മേളിൽ വെച്ചിട്ട് ഒരു ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനെ പരിചയപ്പെട്ടു. അദ്ദേഹമാണ് ഈ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെയാണ്. അപ്പോൾ അന്ന് വന്നതാണ്. അന്ന് പറഞ്ഞ ഉടനെ തന്നെ വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊക്കെ പോയതാണ്. പക്ഷെ അന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ വന്ന് സൗകര്യത്തോടെ രാവിലെ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് മനോഹരമായ കാഴ്ച. പിന്നെ ഈ കനാൽ പാലത്തിൻ്റെ അപ്പുറത്ത് ഒരു കുളിക്കാൻ പറ്റിയൊരു ഇടമുണ്ട്. അന്ന് വന്നപ്പോൾ കുറേ കുട്ടികളിൽ നിന്ന് കുളിക്കേണ്ടായിരുന്നു. രാവിലത്തെ കാഴ്ച മനോഹരമായ കാഴ്ചയാണ്. അത് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഏതായാലും നേരിട്ടുള്ള കാഴ്ച നല്ല ഭംഗിയാണ്. ചെറിയൊരു തണുത്ത കാറ്റുണ്ട്, ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ പുല്ലമ്പാടത്തിൻ്റെ വിശേഷമാണ് നിങ്ങളായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത്. ഓക്കെ ചേട്ടാ, ഇതിന് എത്ര വർഷം പഴക്കമുണ്ട് ചേട്ടാ? 65-70 വർഷം പഴക്കമുണ്ടാവും ആണല്ലേ? നമ്മുടെ ആൾക്കാർ കിട്ടിയാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ആണോ? അത്ര വർഷമുണ്ടല്ലേ പുള്ളി പറഞ്ഞു നശിപ്പിച്ചു. അപ്പൊ നാട്ടുകാരൊന്നും പ്രശ്നം ഉണ്ടാക്കൂലോ? ആണോ? രാത്രി 10 മണിക്ക് ശേഷം ആണോ? ഇത് പുല്ലേപ്പാടം, പുല്ലമ്പാടം, ഈ ഭാഗം തെക്കേക്കാട്. വടക്കാഞ്ചേരിക്ക് എത്ര കിലോമീറ്റർ? നെന്മാറ മറ്റേ വടക്കാഞ്ചേരി എത്ര? വണ്ടാടിന്ന് 10 കിലോമീറ്റർ വടക്കാഞ്ചേരി. ആണോ? വടക്കാഞ്ചേരിക്ക് 10 കിലോമീറ്റർ, മംഗലഡാമിക്ക് 8 കിലോമീറ്റർ. ഞാൻ ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വല്ല ഇത് ചെയ്യാൻ വേണ്ടിയാണ്? അല്ല, വീട്ടിൽ കെട്ടിയിടുവല്ല, ഞാൻ അതായത് ചോദിക്കാം. ഇല്ലില്ല, ഞാൻ ചോദിച്ചത് ഇത് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. കെട്ടിയിടണമെങ്കിൽ അത് ജോലിയൊക്കെ മാറ്റി മടഞ്ഞ് ഇല്ലില്ല, ഞാൻ ചോദിച്ചതാണ്. ഞാൻ ചേച്ചി കൊണ്ടുപോകണം, അത്ര കൊണ്ടുപോകണ്ടപ്പോ ഞാൻ ചോദിച്ചു. ചേച്ചി പാടമുണ്ട്, പാടത്ത് പോയപ്പോ ചേച്ചിയുടെ പാടമാണോ അത്? ഓ ഓക്കെ. ഇത് അരി ഏതാണ്? മട്ട പാലക്കാടൻ മട്ട. എത്ര കിലോ എത്രയുണ്ട് അതിന്? ആണോ? ഞങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോ ഈ പൈസ വരും, 28 രൂപ വരും അല്ലേ? 28 അതിന് മേലെ വരും. ഒന്നിക്കും അല്ല, ഞാൻ ചോദിച്ചാൽ എറണാകുളമാണ്. എറണാകുളത്തേക്ക് എത്തുമ്പോഴത്തേനും ഈ റേറ്റ് കൂടുതലാ കൊടുക്കണം. അല്ല, ഗവൺമെന്റ് വഴി നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോ ഉണ്ടാവും 10, 35, 40 ഒക്കെ ഉണ്ടാവും. അമ്മയുടെ സ്നേഹത്തോടുള്ള ചോദ്യം കണ്ട, എറണാകുളത്തെ കുട്ടി എന്താ ഇവിടെ? അങ്ങനെ സ്നേഹത്തോടെ ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ച് നാട്ടുവിശേഷം വീട്ടുവിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് നേരം